രാമായണത്തിനെ എടുത്ത് മുൻനിർത്തി വ്യാഖ്യാനങ്ങളും എഴുതി തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ. ഇങ്ങനെ തല ചൊറിഞ്ഞ് ചട്ടിയും മടക്കി വെച്ച് ആരും കാണാതെ നീട്ടി കിട്ടുന്നതും വാങ്ങിച്ച് കാണാത്ത സലാവും വെച്ച് പിരിയാതെ അന്തസ്സായിട്ട് ഞാൻ ജനിച്ച നാട്ടിന്റെ അഭിമാനം എനിക്കുണ്ട്. പണ്ട് വേലുത്തമ്പി ഒരു കാര്യം പറഞ്ഞു, ഞാൻ ജനിച്ചു എന്ന അഭിമാനമുള്ള നാടേ നിനക്കിതാ എന്റെ ജീവൻ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വന്തം കത്തി ചുഴറ്റി മേലോട്ടെറിഞ്ഞത് കട്ടാര. അതിനോട് എനിക്ക് സ്നേഹമുണ്ട്. ഒരുപക്ഷെ പറഞ്ഞേക്കാം നായരായതുകൊണ്ടാണ്. അതിനിടം കിട്ടും. അവിടെ പറഞ്ഞാൽ തമ്മിലിടിപ്പിക്കാൻ അവിടെ ഇടം കിട്ടും. മറ്റവൻ കാത്തിരിപ്പുണ്ട് എവിടെയാണ് സൂചി കടത്താൻ പാര കടത്താൻ സൗകര്യം. അതെടുത്ത് കടത്തി വെച്ചുകൊണ്ട് ദോഷാരോപണം നടത്താൻ കഴിയും. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ രാഷ്ട്രത്തിന് ജീവൻ ബലിദാനം നൽകാൻ സംസ്കാരത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയ ഒരു പാരമ്പര്യത്തിന്റെ കണിക എന്നുള്ള നിലയിൽ ഇവിടെ നാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ എന്ന് തുടങ്ങി പിറകോട്ട് ചിന്തിച്ചാൽ ആചാര്യസ്വാമികൾ എന്ന് വേണ്ട ആയിരം തപസനുഷ്ഠിച്ച മഹാഗുരുക്കന്മാര് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടും അനുസരിക്കാൻ ഗുരുത്വമില്ലാത്ത നമ്മൾ, സംഘടിക്കുവാനും അതേപോലെ മുന്നേറുവാനും സർഗശക്തിയില്ലാത്ത നമ്മൾ, തമ്മിത്തല്ലാൻ പൊരുത്തപ്പെടുന്ന നമ്മൾ, രഹസ്യമായും പരസ്യമായും നമ്മുടെ സഹോദരന് കത്തിവെക്കാൻ തുനിയുന്ന രഹസ്യവേഴ്ച നടത്തുന്ന നമ്മൾ, ചരിത്രത്തിൽ പോലും പുതുക്കെഴുത്തിന്റെ ആവശ്യമില്ലാത്തവണ്ണം എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നമ്മൾ നന്നാവുകയില്ല. അതിന് വിപരീതമായി ഇവിടുത്തെ വളരുന്ന തലമുറ വേണം ഉയർന്നു വരാൻ. നമുക്ക് ഈ കാണുന്ന ഭയങ്കരമായ ആഘാതങ്ങൾക്ക് മറ്റൊരാളെയും വേദനിപ്പിക്കാതെ, മുസ്ലിമും ക്രിസ്ത്യാനിയും നമ്മുടെ ശത്രുവാണെന്ന് കരുതാതെ, അവരുടേതായിട്ടുള്ള ആശയങ്ങളെ അവർ ബഹുമാനിക്കും പോലെ നമ്മുടേതെന്ന് പറയുന്ന ആശയങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മിസ്റ്റർ ജോർജ് പുത്തൻപുരയ്ക്കൽ, പുത്തൻകുരിശ്, ഇന്നലെ എനിക്കൊരു ഫാക്സ് കിട്ടി അമേരിക്കയിൽ നിന്ന്. മിസ്റ്റർ ജോർജ് പുത്തൻകുരിശ് അല്ലേ, ഇവിടെ ഉണ്ട്. ഞാൻ ഒരൊറ്റ അക്ഷരം കള്ളം പറയില്ല, അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇത് എന്തോന്ന് പുത്തൻകുരിശ്. ഇതിലെഴുതിയിരിക്കുന്നു, മത്തായിയുടെ സുവിശേഷവും കൊടുത്തിട്ട് നമ്മുടെ